സഖാവേ തിരക്കിലാണോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഇന്ന് നമ്മള് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ അവിടുത്തെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും DYFI എല്ലാ ദിവസവും പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ശ്രീമുല്ലാരത്തെ കമ്മിറ്റിയാണ് ഭക്ഷണ പൊതി കൊടുക്കുന്നത്. ഏകദേശം 1500 പേർക്ക് പൊതിച്ചോറ് നമ്മൾ വീടുകളിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. കൊടുക്കാൻ പറ്റണ്ടല്ലേ? എല്ലാ വീടുകളിൽ നിന്നും വാങ്ങിച്ചു കൊടുക്കണം. ഇതെങ്ങനെയാണ് നിങ്ങളുടെ തുടക്കം കുറിച്ചത്? എങ്ങനെയാണ് ഇത്? നമ്മുടെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ അപ്പൊ അത് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഇങ്ങനെ റോട്ടിക്കട പോകുമ്പോൾ കാണാറുണ്ട്. അപ്പൊ ഇത് എന്തായാലും നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിച്ചില്ലെങ്കിൽ പിന്നെ ഇത് DYFIയുടെ നേതൃത്വത്തിലെ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലും സർക്കാർ ആശുപത്രികളിൽ പ്രതിദിനം 48,000 പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കളമശ്ശേരിയിലും കൊടുക്കുന്നത്. അതായത് അത് ഒരു ഏരിയ തിരിച്ചിട്ടാണോ? എങ്ങനെയാണ് നിങ്ങൾക്ക്? നമ്മള് DYFIയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റി അതിന്റെ ഒരു കലണ്ടർ തയ്യാറാക്കിയിട്ടുണ്ട്. കലണ്ടറിൽ ഓരോ ദിവസം ഓരോ ഏരിയക്കാർക്ക് ഓരോ പഞ്ചായത്ത് കമ്മിറ്റി ആയിരിക്കും. അപ്പോ ഇന്ന് ശ്രീമുല്ലാരാണെങ്കിൽ നാളെ വേറെ പഞ്ചായത്ത് വേറെ ഏരിയയിലുള്ള കമ്മിറ്റി ആയിരിക്കും. അങ്ങനെ 6 മാസം കൂടുമ്പോ ഒരു കമ്മിറ്റിക്ക് അല്ല നമ്മള് പല പരിപാടികൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ കൂടെ ഒത്തു നിൽക്കണ ഒരുപാട് പേര് നമുക്ക് കാണാൻ പറ്റില്ല. രാഷ്ട്രീയമല്ല. കാരണം വെച്ചാലേ നമ്മള് ഈ പൊതിച്ചോറ് വാങ്ങിക്കുന്നത് ചിലപ്പോ കോൺഗ്രസ്സുകാരെ വീട്ടിൽ നിന്നാവാം, BJPക്കാരെ വീട്ടിൽ നിന്നാവാം. കോൺഗ്രസ്സുകാര് തന്നെ ഇതില് 1, 2, 3 പൊതികൾ തരുന്ന കോൺഗ്രസ്സുകാരുണ്ട്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലുള്ള ഇത് അനാശാസ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങൾ ഇതില് അങ്ങനെ കാണുമ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ട് ഭയങ്കര പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അല്ല, ഞാൻ ഇതിൽ പറയാനുള്ള കാരണം ഞാൻ കുറച്ച് നാൾ മെഡിക്കൽ കോളേജിൽ കിടന്നതാ. അതുപോലെ നമുക്ക് വീടുകളിൽ നിന്ന് കിട്ടുന്ന ഒരു ചോറ് നമുക്ക് കിട്ടുമ്പോൾ ഒരു വലിയൊരു ആശ്വാസമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത് നമ്മൾ കുറച്ചുകൂടിയും പ്രകൃതി സൗഹൃദമായിട്ടാണ് കളക്ട് ചെയ്യുന്നത്. കാരണം വാഴയിലാണ് കൊടുക്കുന്നത്. പ്ലാസ്റ്റിക് മുക്തമായിട്ട് പരമാവധി ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വാഴയില നമുക്ക് ശേഖരിക്കാൻ പറ്റും. ടൗണിലൊക്കെ ആകുമ്പോൾ ചിലപ്പോ എന്നാലും നമ്മൾ അങ്ങനെ ഒരു നോട്ടീസ് ഒരു ആഴ്ച മുമ്പ് വീടുകളിൽ കൊടുക്കും. അപ്പൊ അതിൽ നോട്ട് ചെയ്യുന്നുണ്ട് വാഴയിലയിൽ പ്രത്യേകം നിങ്ങൾ തരാൻ ശ്രമിക്കണമെന്ന് പറയും. അപ്പൊ അത് പ്രകൃതിക്ക് തന്നെ ഒരു ദൂഷ്യമില്ലാത്ത രീതിയിൽ പൊതിച്ചോറ് മാത്രമല്ല കേട്ടാ. അപ്പോ നമ്മൾ ശ്രീമുല്ലത്ത് നിന്ന് പോകുമ്പോൾ ഇവിടുന്ന് പോകുന്ന കുറച്ച് കുട്ടികളുണ്ടാവും. അവരെ കൊണ്ട് ബ്ലഡും കൊടുക്കും. ഇത് ചിലപ്പോഴൊക്കെ നമുക്ക് അത്ഭുതപ്പെടും. കാരണം നമ്മുടെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ളവരായിരിക്കും. പക്ഷെ അവരൊക്കെ പൊതിച്ചോറായിട്ട് സഹകരിക്കുന്നുണ്ട്. ഇത് രാഷ്ട്രീയം നോക്കാതെ തന്നെ എല്ലാവരും ഇതിൽ ഉൾക്കൊള്ളണ്ടല്ലോ. അത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. കാരണം ഇത് അനുഭവിച്ചവർക്കാണ് ഇതിന്റെ ഒരു സത്യത്തിലേ ഞാൻ നമ്മുടെ ശ്രീമുല്ലത്ത് ഒരാൾക്ക് ഇതുപോലെ ഈ നമ്മുടെ രാഷ്ട്രീയമൊന്നുമല്ല, പക്ഷെ ആളവിടെ ഹോസ്പിറ്റലിൽ കിടന്നു. ഒരാഴ്ച അവിടെ കിടന്നു കഴിഞ്ഞപ്പോ ആൾക്ക് അവിടെ പൊതിച്ചോറ് കിട്ടി DYFI. ആ ആള് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞേ, നിങ്ങൾ DYFIക്കാർ കൊടുക്കുമ്പോ എന്റെ വീട്ടിൽ വന്ന് പറയണം. എന്നിട്ട് രസം എന്താ അറിയോ, ആ ആള് നമ്മുടെ പഞ്ചായത്തിൽ വരുന്ന ദിവസങ്ങളിലൊക്കെ പുള്ളി 15 പൊതി തരും എന്നുള്ളതാണ്. ഒരു പൊതിക്ക് വരും 15 പൊതി. കാരണം അത് അനുഭവസ്ഥരാണ്. അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് അവർ തരുന്നത്. അപ്പൊ അതൊക്കെ നമുക്കൊരു മുതൽക്കൂട്ടാണ്. അപ്പൊ ഇതിൽ പറയാനുള്ളത്, നമുക്ക് ഇതിൽ ഉൾപ്പെട്ട് ഇതിൽ പിന്നാലെ നടക്കണവർക്കും അതുപോലെ ഇതിൽ സഹായിക്കണവർക്കും മേടിക്കണവർക്കും ഒക്കെ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. അപ്പൊ ഓക്കെ. ഹലോ, എന്താണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണത്? ഇങ്ങനെ ഈ ചോറ് ഇങ്ങനെ വണ്ടിയിലേക്ക് കയറ്റണത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നതാണ്. ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ നമ്മള് മെഡിക്കൽ കോളേജിൽ പോയിട്ടില്ലേ? ഞാനൊരു പ്രാവശ്യം കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ കിട്ടണവർക്കൊക്കെ ഉപകാരം, വളരെ ഗുണമാണ്. ഒരുപാട് നല്ല കാര്യമാണത്. ഒരുപാട് ആളുകൾക്ക് ഗുണമുണ്ട്. ഈ രോഗികളായി കിടക്കുന്ന ആളുകൾക്കും കൂട്ടിരിപ്പുകാർക്കും വളരെ ഗുണമുള്ള കാര്യമാണത്. കാരണം നമ്മുടെ ആശുപത്രി കിടക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ആ ബുദ്ധിമുട്ട് നമ്മളത് അനുഭവിച്ചാണ് അതിന്റെ പേര് നമുക്കറിയാതെ. അപ്പൊ കണ്ട് കേൾക്കണവർക്കും ഇപ്പൊ നമ്മളെ ഈ വീഡിയോ കാണുന്നവരുടെ അടുത്തൊക്കെ എന്തിട്ടാണ് പറയാനുള്ളത്? നമ്മള് എല്ലാവരും ഇത് പ്രോത്സാഹിപ്പിക്കുക, നിർത്താണ്ട് ഇങ്ങനെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. അതാണ് നമുക്ക് പറയാനുള്ളത്. കൂടുതലും ഊർജത്തോടുകൂടി ഇവര് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവട്ടെ എന്ന്, അതാണ് നമ്മുടെ ഒരു ആഗ്രഹം. പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ, സന്തോഷേട്ടാ. ഇന്ന് നമ്മുടെ ഏരിയ എന്നാണല്ലോ ഇത് പൊതിച്ചോറ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണിത്. എല്ലാ വീടുകളിൽ നിന്ന് നമ്മുടെ ചെറുപ്പക്കാർ ഇത് ആവശ്യപ്പെടുമ്പോൾ ഒരു പൊതിക്ക് പകരം 2ഉം 3ഉം പൊതികൾ തന്ന് 4 പൊതികളൊക്കെ തന്ന വീടുകളാണ്. അതിനകത്തുള്ളൊരു ന്യായം എന്താന്ന് വെച്ചാലേ, മനുഷ്യന്റെ വിശപ്പാണ്. അതിനറിയാന്നുള്ളത്, ആ വിശപ്പിനേക്കാൾ അതിനെ തിരിച്ചറിയുക എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊരു രാഷ്ട്രീയം ഇല്ല. അതാണ് അതിന്റെ മഹത്തരമായ സന്ദേശം. ഇത് ഒരു ദിവസം പോലും മുടങ്ങാതെ നമ്മുടെ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ആയിരക്കണക്കിന് ആളുകൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബഹുജന പ്രസ്ഥാനം എന്ന നിലയിൽ DYFIയുടെ ഒരു കഴിവ് തന്നെയാണ്. കാരണം എല്ലാ യൂണിറ്റുകളും ഇതിലെ സജീവമായി വീടുകളിൽ കയറി എല്ലാ ദിവസവും ഇത് തുടരാണല്ലോ. വർഷങ്ങൾ 5 കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങ് ദൂരം ഒരുപാട് താണ്ടാനുള്ള ആ ശേഷി അതുകൊണ്ട് തന്നെ ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് പങ്കെടുക്കുന്ന ആളുകളുടെ ഈ ദിവസത്തെ സന്തോഷവും ഇത് വാങ്ങി
അവിടെ ക്യൂ നിൽക്കുമ്പോൾ അവിടെ പോയി കാണേണ്ടത് തന്നെയാണ്. എല്ലാവരും അത് വാങ്ങിയെടുത്ത് സന്തോഷത്തോടെ കഴിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്രയും മഹത്തരമായ ഒരു പ്രവൃത്തിയെ സഹകരിക്കുന്ന എല്ലാവരോടും നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഞങ്ങൾ പ്രകടമാക്കും. അപ്പൊ ഇതുപോലെ എല്ലാ പരിപാടികളും നിങ്ങൾ വിജയകരമായി മുന്നോട്ട് പോട്ടെ. കാരണം നല്ല നല്ല കാര്യങ്ങൾ, ഞാനൊന്നും ഒരു രാഷ്ട്രീയം നോക്കാതെ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ഇതിൽ പോകുമ്പോൾ ജസ്റ്റ് ഇത് കണ്ടു. അപ്പൊ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണമല്ലോ. ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെങ്കിലും അത് അനുഭവത്തിലൂടെ നമുക്ക് വന്നാലാണ്. കേരളത്തിലെ തെക്കുടങ്ങ് വടക്ക് വരെയുള്ള എല്ലാ മെഡിക്കൽ കോളേജുകളും താലൂക്ക് ആശുപത്രികളിലൊക്കെ തന്നെ ഇത് ഉണ്ട്. അപ്പോൾ ഒരു ദിവസം പോലും മുടങ്ങാതെ ലക്ഷത്തോളം ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. അതായത് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, തരുന്നവർക്കും ഇല്ല, വാങ്ങുന്നവർക്കും ഇല്ല. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ എല്ലാം ഭംഗിയായി നടക്കട്ടെ. ഓക്കെ. ഹായ് പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണ് നമ്മൾക്കൊക്കെ മറ്റുള്ളവരുടെയൊക്കെ ആശ്രയം വേണ്ടി വരാറ്. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ചിലപ്പോൾ ഭക്ഷണത്തിന് വേണ്ടിയായിരിക്കും. അത് നമുക്ക് തരാനായിട്ട് ഇവരെ പോലുള്ളവർ നമ്മുടെ പക്കലെത്തുമ്പോൾ കിട്ടുന്ന ആ ചെറിയ സന്തോഷവും സ്നേഹവും ഒന്ന് വേറെ തന്നെയാണ്. ഈ ഭക്ഷണം അവിടെ ഉപകാരപ്പെടുന്നത് ഒരുപാട് മനുഷ്യർക്കാണ്. രോഗികള്, കൂട്ടിരിപ്പുകാർ, പിന്നെ അവിടെയൊക്കെ ചെറിയ ശമ്പളം തന്നെയൊക്കെ ജോലി എടുക്കുന്ന ആൾക്കാർ. ഈ ഭക്ഷണം ഒരിക്കലെങ്കിലും മേടിച്ചവർ മിക്കവാറും ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ വേണ്ടി ഇവരെല്ലാവരും കൂടി ആത്മാർത്ഥയോട് ചെയ്യുന്ന ഈ സൽക്കർമ്മത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.